ഇൻസ്ട്രുമെന്റ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽപാതയിൽ കൂടുതൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ. നമുക്ക് വിശദമായി ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലുള്ള ഒരു രൂപരേഖ എങ്ങനെയാണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ പാത ക്രമീകരിക്കുന്ന രീതിയിലാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. തുടക്കത്തിലെ വിമർശനങ്ങളുള്ളത് കാസർകോട്ടേക്ക് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ്. പിന്നീട് കാര്യങ്ങൾ നോക്കിയ ശേഷം അത് പാത ദീർഘിപ്പിക്കണമെങ്കിൽ അക്കാര്യത്തിൽ ആലോചനകൾ ഉണ്ടാകും. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. ദൂരം 473.20 കിലോമീറ്ററിൽ 23 സ്റ്റേഷനുകൾ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ സ്റ്റേഷനുകളും തമ്മിൽ ശരാശരി അകലം 21.5 കിലോമീറ്റർ അകലത്തിൽ ഓരോ സ്റ്റേഷനുകളും ഉണ്ടാകുമെന്നുള്ളതാണ്. പരമാവധി വേഗത 180 കിലോമീറ്ററിലാണ്. അതായത് 12 കോച്ചുകൾ ഉണ്ടായിരിക്കും ഈ ട്രെയിനിൽ. 800 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ 12 കോച്ചുകൾ. അങ്ങനെയാണ് ആദ്യഘട്ടത്തിലെ ക്രമീകരണം. യാത്രാ സമയം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്താൻ കഴിയുന്നത് വന്ദേ ഭാരതിലാണ്. ഈ വന്ദേ ഭാരതിൽ അങ്ങനെ എത്താനുള്ള സമയം എന്ന് പറയുന്നത് 6 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇവിടെ അത് 3 മണിക്കൂറായി ചുരുങ്ങുമ്പോൾ, നേരെ പകുതിയായി സമയം ചുരുങ്ങുമ്പോൾ യാത്രക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് 2030 കൂടിയൊക്കെ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന രീതിയിലായിരിക്കും നിർമ്മാണം ഉണ്ടാവുക. ആകെ നിർമ്മാണ ചെലവ് 60,000 കോടി രൂപയായിരിക്കും. അത് യഥാക്രമം കേന്ദ്രവും സംസ്ഥാനവും വഹിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഭൂമി ഏറ്റെടുക്കേണ്ടത് 20 മീറ്റർ വീതിയിൽ ആണ്. കൂടുതലായും പാതയുണ്ടാവുക ഉയരപ്പാതയും അതുപോലെ തന്നെ തുരങ്ക പാതയുമായിരിക്കും. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക ആഘാതം വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ കേരളയിലെ ഘട്ടത്തിൽ കേട്ട ഏറ്റവും വലിയൊരു പ്രശ്നം പാരിസ്ഥിതിക ആഘാതമാണ്. പക്ഷെ ഇവിടെ കൂടുതലും ഉയരപ്പാതയായിരിക്കും. ഒരു 70% ഉയരപ്പാതയാകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുന്നില്ല. നിർമ്മാണം കഴിഞ്ഞ ശേഷം ആ ഭൂമിയുടെ ഒരു ഭാഗം അതിന്റെ ഉടമയ്ക്ക് തന്നെ വിട്ടു നൽകുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാവുക. കണ്ണൂർ ഒഴികെയുള്ള വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന രീതിയിലാണ് ഈ അതിവേഗ റെയിൽപാത ഒരുക്കിയിരിക്കുന്നത്.